السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാന്യരായ പണ്ഡിത സഹോദരങ്ങളെ, കിതാബുൽ ജനായിസ് മയ്യത്തു പരിപാലനം കഫൻ ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഫൻ തുണി എങ്ങനെയുള്ളതാവണം, ഏതൊക്കെ വിധത്തിലാവണം, എത്ര എണ്ണം വേണം, പഴയതാണോ പുതിയതാണോ അഫ്ളല്, ഇതിൽ അയിമ്മത്തിൻ്റെ ഇടയിലുള്ള ഖിലാഫ്, അതുപോലെ തന്നെ ബറക്കത്തുള്ള കഫൻ തുണികൾ, ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് സംസമിൽ മുക്കിയത്, ഇബാദത്ത് നിർവഹിച്ച തുണികൾ, അങ്ങനെയൊക്കെ മഹാന്മാരുടെ ഈ ബറക്കത്ത് ലഭിച്ച തുണികൾ, ഇതൊക്കെ നല്ലതാണെന്നും കഫൻ തുണി തയ്യാറാക്കി വെക്കാം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിവരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനി കഫൻ തുണി പുകപ്പിക്കണം, അത് സുന്നത്താണ്. വയുസ്തഹബ്ബു തബ്ഖീറുഹുന്ന അവ്വലൻ ബിൽ ഊദി. കഫൻ തുണി ആദ്യം ഊദ് കൊണ്ട് പുകപ്പിക്കൽ സുന്നത്താണ്. ഫി ഗൈരി മുഹരിമിൻ, മുഹരിമ് അല്ലാത്ത മയ്യത്തിൽ, ഇഹ്റാമിലായിക്കൊണ്ട് മരണപ്പെട്ട മയ്യത്തിനെ അവരുടെ കഫൻ തുണിയെ പുകപ്പിക്കരുത്, അവർക്ക് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. സലാസൻ 3 വട്ടം പുകപ്പിക്കൽ സുന്നത്താണ്. വഹുവ ഔലാ മിനൽ മിസ്കി, ഊദാണ് മിസ്കിനേക്കാണ് നല്ലത്. ഊദ് എന്ന് പറഞ്ഞാൽ സുഗന്ധത്തിനായി പുകയിപ്പിക്കുന്ന ഒരു തരം ഉലുവാൻ മരം എന്നാണ്. മിസ്ക് എന്ന് പറഞ്ഞാൽ കസ്തൂരിയാണ്. സന്തല് എന്നുള്ളത് ചന്ദനത്തിന് പറയുന്ന പേരാണ്. സിഫത്തു ദാലിക, ഇങ്ങനെ ഈ പുകപ്പിക്കുന്നതിൻ്റെ രൂപം, ഖാല അസ്ഹാബുന, ഷാഫി പണ്ഡിതന്മാർ പറയുന്നത്, അൻ യുജ്അലൽ കഫനു അലാ ഊദിൻ വ ഗൈരിഹി, കഫൻ തുണിയെ ഊദിൻ്റെ മേലെ അതല്ലെങ്കിൽ അതുപോലെയുള്ളതിൻ്റെ മേലെ വെക്കുക, ഒരു വടിയുടെ മേലിൽ നിന്ന് വെക്കാം. എന്നിട്ട് സുമ്മ യുബഖറു കമാ യുഖബ്ബറു സിയാബുൽ ഹയ്യ്, ജീവിച്ചിരിക്കുന്ന ആളുകളുടെ തുണിയെ പുകപ്പിക്കപ്പെടുന്നത് പോലെ അടിന്ന് അങ്ങനെ പുകപ്പിച്ചു കൊടുക്കുക. ഹത്താ തഅബഖ ബിഹാ റായിഹത്തു തീബി, ഈ കഫൻ തുണിയോട് സുഗന്ധത്തിൻ്റെ വാസന പറ്റിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണത്. ശറഹുൽ മുഹദ്ദബ് അങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട്. വലാ യുഖറബുൽ മുഹരിമു തീബൻ, ഇഹ്റാമിൽ മരണപ്പെട്ടയാളോട് സുഗന്ധദ്രവ്യത്തെ അടുപ്പിക്കപ്പെടാൻ പാടില്ല. കൽ കാഫൂരി, കൽപ്പൂരം, ഫി ഗസ്ലിഹി വ കഫനിഹി, കുളിപ്പിക്കുന്നതിലും കഫൻ തുണിയിലൊന്നും പറ്റൂല. വയഹറൂമു തതീബുഹു, ആ മയ്യത്തിനെ മയ്യത്തിൻ്റെ കഫൻ തുണിയെ പുകപ്പിക്കൽ അല്ലെങ്കിൽ മയ്യത്തിനെ സുഗന്ധം പൂശൽ, കഫൻ തുണിയെ സുഗന്ധം പൂശലൊക്കെ ഹറാമാണ് മുഹരിമിൻ്റേത്, ഇഹ്റാമിൽ മരണപ്പെട്ടവൻ്റേത്. ലൽ ബഖൂറു ഇൻദഹു, ഇവൻ്റെ അടുക്കൽ പുകപ്പിക്കുന്നതിന് കുഴപ്പമില്ല. മുഹരിമായി മരിച്ച ഒരാളുടെ ജനാസക്കരികെ ഒരു പാത്രത്തിൽ വെച്ച് പുകപ്പിക്കുക, സുഗന്ധമുള്ള സാധനം ഇട്ട് പുകപ്പിക്കുക, ഉലുവാനും കുന്തിരിയും ഇട്ട് പുകപ്പിക്കുക, അതിന് കുഴപ്പമില്ല. ആ മയ്യത്തിൻ്റെ ശരീരത്തിൽ പുരട്ടരുത്, കുളിപ്പിക്കുന്ന വെള്ളത്തിൽ ഉപയോഗിക്കരുത്, കഫൻ തുണി പുകപ്പിക്കുകയോ അതിൽ സുഗന്ധം ഉപയോഗിക്കുകയോ ചെയ്യരുത്.
വഖാല ഇബ്നു സലാഹി വൽ മിസ്കു ഔല. ഇബ്നു സലാഹ് എന്നിവർ പറയുന്നത് മിസ്കാണ് ഏറ്റവും നല്ലത് ഊദിനേക്കാണ്. ലിഅന്നഹു അത്യബു തീബി, കാരണം അത് സുഗന്ധങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല സുഗന്ധമുള്ളതാണ് ഈ മിസ്ക്. വഖദ് ഔസ അലിയും കറമല്ലാഹു വജ്ഹഹു, അലി റളിയല്ലാഹു അങ്ങനെ വസിയത്ത് ചെയ്യുക പോലും ചെയ്തിട്ടുണ്ട് മിസ്ക് ഉപയോഗിക്കാൻ. കമാ ജാഅ ബി സനദിൻ ഹസനിൻ അൻ യുഹന്നത ബി മിസ്കിൻ കാന ഇൻദഹു മിൻ ഫളിലത്തി ഹനൂത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിൻ്റെ ആ ഹനൂത്ത്, കഫൻ തുണിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ഉള്ള സുഗന്ധത്തിൻ്റെ ആ ശേഷിപ്പിൽ നിന്ന് അലി തങ്ങളുടെ അടുക്കൽ ഉണ്ടായിരുന്ന മിസ്ക്, അതുകൊണ്ട് ഈ കഫൻ തുണിയിലൊക്കെ സുഗന്ധം ഉപയോഗിക്കണം എന്ന് അലി റളിയല്ലാഹു അൻഹു തങ്ങൾ വസിയത്ത് ചെയ്തിരുന്നു എന്ന് ഇബ്നു സലാഹ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. അത് റസൂലുള്ളാഹിൻ്റെ ഒരു ബറക്കത്ത് കൂടി ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. അതോടൊപ്പം ഇതിൽ നമുക്ക് മഹാന്മാരുടെ ബറക്കത്ത് ലക്ഷ്യം വെച്ച് അവർ ഉപയോഗിച്ച സുഗന്ധദ്രവ്യത്തിൻ്റെ ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഏതാണെങ്കിലും ഉപയോഗിക്കാമെന്ന് ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ മദ്ഹബിൽ ഏറ്റവും നല്ലതായിട്ടുള്ളത് ഊദാണ് മിസ്കിനേക്കാൾ എന്ന് തുഹ്ഫ 326 പറഞ്ഞിട്ടുണ്ട്. കഫൻ തുണി പുകപ്പിക്കൽ സുന്നത്താണ്. മയ്യത്തിൻ്റെ ശരീരത്തിലും സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ് എന്നൊക്കെ പറയുമ്പോൾ റമളാനിൽ കഫൻ തുണി പുകപ്പിക്കാൻ പറ്റുമോ? വെള്ളത്തിൽ കൽപ്പൂരം ഉപയോഗിക്കാൻ പറ്റുമോ? മയ്യത്തിൻ്റെ അരികിൽ ഉരുവാനും കുന്തിരിക്കമോ ഒക്കെ പുകപ്പിക്കാൻ പറ്റുമോ? റമളാനിൽ മരിച്ചു കഴിഞ്ഞാൽ മരണം നോമ്പിനെ മുറിക്കും. ഫലൗ മാത ഫി അസ്നാഇൻ നഹാരി ബതല സൗമുഹു. റമളാനിൻ്റെ പകലിൽ ഒരാൾ മരണപ്പെട്ടാൽ അവൻ്റെ നോമ്പ് ബാത്തിലായി. കമാ മാത ഫി അസ്നാഇ സ്വലാത്തിഹി. നിസ്കാരത്തിൻ്റെ ഇടയിൽ മരണം പ്രാപിച്ചതുപോലെ തന്നെ, അപ്പോൾ നിസ്കാരം ബാത്തിലാവുന്നത് പോലെ നോമ്പും ബാത്തിലാവുന്നതാണ്. വഖീലല്ല, ഒരു പണ്ഡിത വീക്ഷണം മുറിയുകയില്ല എന്നുണ്ട്. നോമ്പ് മുറിയില്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പം നോമ്പ് ബാത്തിലാകും. ഫലാ യുആമലു മുആമലത സ്വാഇമീന. അപ്പോൾ പിന്നെ അവന് നോമ്പുകാരായ ആളുകളെ കൈകാര്യം ചെയ്യുന്നത് പോലെ കൈകാര്യം ചെയ്യപ്പെടേണ്ടതില്ല. ഫിൽ ഗുസ്ലി വത്തക്ഫീനി, കുളിപ്പിക്കുന്ന വിഷയത്തിലും കഫൻ ചെയ്യുന്ന വിഷയത്തിലൊന്നും. ബൽ യുസ്തഅമലു തീബു വനഹബുഹു ഫീ കഫനിഹി മിമ്മാ യുക്റഹു ഇസ്തിഅമാലുഹു ലിസ്സായിമി. അപ്പോൾ അവൻ്റെ കഫൻ തുണിയിലും കുളിപ്പിക്കുന്ന വെള്ളത്തിലും അവൻ്റെ ശരീരത്തിലുമൊക്കെ നോമ്പുകാരന് ഉപയോഗിക്കൽ കറാഹത്തുള്ള ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കൽ സാധാരണ പോലെ സുന്നത്ത് തന്നെയാണ്. അപ്പോൾ റമദാനിലും കഫൻ തുണി പുകപ്പിക്കണം എന്നാണ് ഈ പറഞ്ഞതിൻ്റെ സാധ്യം. ഷർവാനി 3/411. വയുദറു അലാ കുല്ലി വാഹിദത്തിൻ മിനൽ ലഫായിഫി. മയ്യത്തിനെ ആകെ പൊതിയാനുള്ള ആ തുണികളിൽ നിന്നുള്ള ഓരോന്നിൻ്റെ മേലും വിതറപ്പെടണം. വമാസാദ, അധികം ഉള്ളതിൻ്റെ മേലും, 3 അധികം 5 അതിലും. ഖബില വദഇൽ ഉഖ്റ ഫൗഖഹ, ഒന്നിനെ മറ്റൊന്നിൻ്റെ മേലെ വെക്കുന്നതിൻ്റെ മുമ്പ് വിതറപ്പെടണം ഓരോന്നിൻ്റെ മേലും. ഹനൂത്തുൻ, ഹനൂത്തിനെ വിതറപ്പെടണം. ഹനൂത്ത് എന്ന് പറഞ്ഞാൽ നൗഉം മിനത് തീബി, ഒരു പ്രത്യേക തരം സുഗന്ധ വസ്തുവാണ്. യഖ്തസ്സു ബിൽ മയ്യത്തി, മയ്യത്തിനക്ക് പ്രത്യേകമായി ഉപയോഗിക്കുന്നത്. യസ്തമിലു അലാ നഹവി സന്തരിൻ വ ദരീറത്തിൻ വ കാഫൂരിൻ ബി നൗഐഹി. സന്തര്, ചന്ദനം, അതുപോലെ
ദരീറത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം സുഗന്ധദ്രവ്യം. അതുപോലെ കൽപ്പൂരം ചുവപ്പും വെളുപ്പും ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായ സുഗന്ധങ്ങൾ ഒന്നിച്ചു കൂട്ടിയിട്ടുള്ള ഒരു കൂട്ട് സുഗന്ധദ്രവ്യമാണ് ഹനൂത്ത്. കുല്ലു തൂബിൻ ഖുലിത്തലിൽ മയ്യത്തിന് വേണ്ടി കലർത്തി ഉണ്ടാക്കപ്പെട്ട ഏതു സുഗന്ധത്തിനും പറയുന്ന പേരാണ് ഹനൂത്ത് എന്ന് അസ്ഹരി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഓരോന്നിൻ്റെ മേലും വിതറപ്പെടണം. തുഹഫ ഷർവാനി സഹിതം 3/126. ഇനി വലു തയ്യബ ജമീഅ ബദനിഹി ഫഹസനുൻ, അവൻ്റെ ശരീരം മുഴുവനും സുഗന്ധം അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിലും നല്ലോണം തേക്കുകയാണെങ്കിലും അത് വളരെ നല്ലതാണ്. തുഹഫ 3/126. അതുപോലെ ഉംദയിലൊക്കെ അങ്ങനെ കാണാം. അപ്പോൾ മയ്യത്തിന് പരമാവധി സുഗന്ധങ്ങൾ ഉപയോഗിക്കുക. എന്നിട്ട് വയുബുസത്തു അവലൻ നദ്ബൻ അഹ്സനു ലഫായിഫ്, പൊതിയുന്ന തുണികളിൽ നിന്ന് ഏറ്റവും അഹ്സൻ, ഏറ്റവും ഭംഗിയുള്ളതും ഏറ്റവും ഔസഉം വിശാലമായതും വഅത്വലുഹ ഏറ്റവും നീളമുള്ളതും ആദ്യം വിരിക്കപ്പെടണം. ഇൻ തഫാവത്തത്ത് ഹുസ്നം വസഅത്തൻ, ഭംഗിയിലും വിശാലതയിലുമൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ അങ്ങനത്തത് ആദ്യം വിരിക്കുക. അപ്പോൾ അത് അടിയിൽ വരും. വസാനിയത്തു ഫൗഖഹ, രണ്ടാമത്തേത് അതിൻ്റെ മേലെ വിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ഹിയല്ലത്തി തലിൽ ഊല ഹുസ്നം വസായത്തൻ, ഭംഗിയിലും വിശാലതയിലും ആദ്യത്തതിൻ്റെ അടുത്ത് വരുന്നത് ഇതിൻ്റെ മേലെ വിരിക്കുക. വക്കത സാലിസത്തു, പ്രകാരം തൊട്ട് താഴെ വിശാലത ഉള്ളത് ഏതാ വെച്ചാൽ അതതിൻ്റെ ഏറ്റവും മേലെ വിരിക്കുക. ഫൗഖ സാനിയത്തി, വക്കത സാലിസത്തു ഫൗഖ സാനിയത്തി. കമാ യജ്അലുൽ ഹയ്യു അഹ്സന സിയാബിഹിൽ അഅല വമാ യലീഹി, ഒരു ജീവിച്ചിരിക്കുന്ന ആൾ വസ്ത്രം ധരിക്കുമ്പോൾ ഏറ്റവും ഭംഗിയുള്ളത് ഏറ്റവും മേലെയായി ധരിക്കാനും പിന്നെ അതിൻ്റെ അടുത്തത് അതിൻ്റെ താഴെയും ഒക്കെ ആയിട്ടാണ് ധരിക്കുക. വാസി ആയത് എന്ന് പറഞ്ഞാൽ മയ്യത്തിൻ്റെ ശരീരം മുഴുവത്തിനെയും വിശാലമാക്കുന്ന വിധം വിശാലമായത്. അപ്പോൾ മയ്യത്തിൻ്റെ തുണിയൊക്കെ ശരീരം മുഴുവനും ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ളതാവണം. ഇനി എങ്ങാനും പിന്നെ കുല്ലു കഫനിൻ നഖസാൻ ജമീഇൽ ബദനി, ശരീരം മുഴുവത്തിനെ തൊട്ടും ഏതെങ്കിലും കഫൻ തുണി ചുരുങ്ങിയാൽ തുമ്മിമ മിമ്മ ബഅദഹു, തൊട്ട് ശേഷമുള്ളത് കൊണ്ട് അതിനെ പൂർത്തീകരിക്കപ്പെടണം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി വലിച്ചൊക്കെ അത് പൂർത്തീകരിച്ച് ചെയ്യാം. കല്ലൂബി 1/327. തുഹഫ 3/126 ഷർവാനി സഹിതം. അതുപോലെ അസ്നൽ മത്താലിബ്. അപ്പം ഈ വിധത്തിൽ കഫൻ തുണി വിരിക്കുക. ഇനി തുണികൾക്ക് മുകളിൽ മയ്യത്തിനെ മലർത്തി കിടത്തലാണ്. വയൂളഉൽ മയ്യിത്തു ഫൗഖഹ ബിദിഫ്ഖിൻ മുസ്തൽഖിയൻ അലാ ളഹിരിഹി വഅലൈഹി ഹനൂത്തുൻ വകാഫൂറുൻ. കഫൻ തുണികൾ മേൽ പറയപ്പെട്ട വിധം വിരിച്ച ശേഷം മയ്യത്തിനെ ആ കഫൻ തുണിയുടെ മേൽ വളരെ മയത്തോടുകൂടെ മലർത്തി കിടത്തണം. ആ തുണിയുടെ മേൽ കൽപ്പൂരമുണ്ട്, ഹനൂത്ത് എന്ന ആ മയ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സുഗന്ധദ്രവ്യമുണ്ട്. അതൊക്കെ വേണം. കാരണം അന്നഹു യുക്കവ്വിഹി, കൽപ്പൂരും ഈ ഹനൂത്തൊക്കെ മയ്യത്തിനെ ശക്തിപ്പെടുത്തും, അതിനെ ഉറപ്പുള്ളതാക്കും. വയുദ്ഹിബു അന്നുൽ ഹവാമ വരീഹൽ കരിഹ, മയ്യത്തിനെ തൊട്ട് വണ്ടു പ്രാണികളെ ആട്ടി അകറ്റും, ദുർഗന്ധവാസനകളെയും അകറ്റും. വമിൻ സമ്മാൻ ഒജിബ തഅമീമുൽ ബദനി ബിഹി എന്ന് പറഞ്ഞല്ലേ നേരത്തെ. മയ്യത്തിൻ്റെ ശരീരം മുഴുവനും സുഗന്ധം തേക്കൽ സുന്നത്താണ്. തുഹഫ 3/126 നിന്ന് ഉദ്ധരിച്ചല്ലോ. അങ്ങനെ മലർത്തി കിടത്തിയ ശേഷം വത്തുഷദ്ദു അല്ലാഹു കൽ ഹുഫാളി ബി അൻ തകൂന മഷ്കൂഖത്ത തർഫൈനി വതുജ്അലു അലൽ ഹൈഅത്തിൽ മുതഖദ്ദിമത്തി ഫിൽ മുസ്തഹാദത്തി.
بعد دس قطن بينهما عليه هنوط حتى يتصل بحلقة الدبر ويبالغ في شده. രണ്ട് ചന്തികൾക്കിടയിൽ നല്ലോണം പഞ്ഞി, സുഗന്ധവാസനയുള്ള പഞ്ഞി നിറച്ച് വെക്കണം. നല്ലോണം മലദ്വാരത്തിൻ്റെ ആ വട്ടക്കണ്ണിയോട് ചേരുന്ന വിധം ഉള്ളിലേക്ക് തിരികെ കയറ്റണം. ഈ വട്ടക്കണ്ണിയുടെയും മുകളിലേക്ക്, അതിൻ്റെ ഉള്ളിലേക്ക് ഈ പഞ്ഞിയെ തിരികെ കയറ്റൽ കറാഹത്താണ്. ഇല്ലാലി ഉഴ്ദിരിൻ ഇല്ലാലി ഇല്ലത്തിൻ യുഖാഫു ഖുറുജു ഷൈഇൻ ബിസബബിഹ. മലദ്വാരത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും അസുഖങ്ങളുണ്ട്, അതല്ലെങ്കിൽ മറ്റു അസുഖങ്ങളുണ്ട്, ആ അസുഖങ്ങൾ കാരണമായി ഉള്ളിൽ നിന്ന് വല്ലതും പുറത്തേക്ക് വരുമെന്ന ഭയം ഉണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ടതാണ് ഉള്ളിലേക്ക് കയറ്റുക. ഉള്ളിലേക്ക് കയറ്റൽ നിർബന്ധമാണ് ഉഴുതുറുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറാഹത്താണ് ഉഴുതുറൊന്നും ഇല്ലെങ്കിൽ എന്നാണ്. ഏതാണെങ്കിലും പഞ്ഞി നല്ലോണം വെച്ച് വയുബാലിഗു ഫി ശദ്ദിഹി, അതിനെ നന്നായിട്ട് കെട്ടണം. ഈ ലങ്കോട്ടി എന്ന് പറയുന്നത് അതിൻ്റെ രണ്ട് തല കീറി, പിന്നെ അത് ഈ ചന്തിയുടെ രണ്ടു ഭാഗത്ത്, മുൻഭാഗത്തേക്കും പിൻഭാഗത്തേക്കും, വയറിൻ്റെ ഭാഗത്തേക്ക്, മുൻഭാഗം വയറിൻ്റെ ഭാഗത്തേക്കും പിന്നീട് പിൻഭാഗത്ത് ചന്തിയുടെ മേൽഭാഗത്തേക്കുമായി വെച്ച് അതിൻ്റെ തലകൾ തമ്മിൽ കൂട്ടിക്കെട്ടുകയോ അതല്ലെങ്കിൽ അതിൻ്റെ മുകളിലൂടെ വേറെ ട്രൗസറിൻ്റെ വള്ളി പോലെയുള്ള വള്ളി കൊണ്ട് ബന്ധിപ്പിക്കുകയോ ചെയ്യണം. അങ്ങനെയാണ് വേണ്ടത്. തുഹ്ഫ ഷർവാനി സഹിതം 326, 127, ഷർഹുൽ മൻഹജ് മഹല്ലി 1 മഹല്ലി, അതുപോലെ നജ്മുൽ വഹാജ് 335, ജമൽ 1, 243, മഹല്ലി 101 ഈ ലങ്കോട്ടി കെട്ടേണ്ട രീതി വിവരിക്കുന്നുണ്ട്. അപ്പം ഈ വിധത്തിലാണ് ചെയ്യേണ്ടത്. ഇനി പഞ്ഞി വെക്കേണ്ട സ്ഥലങ്ങളുണ്ട് വേറെയും. വയുജ്അലു അലാ കുല്ലി മൻഫദിൻ മിൻ മനാഫിദി ബദനിഹി അൽ അസ്ലിയത്തി വത്താരിഅത്തി. മയ്യത്തിൻ്റെ ശരീരത്തിലുള്ള ദ്വാരങ്ങൾ, ഓൻ്റെ സൃഷ്ടിപ്പിൽ തന്നെയുള്ള ദ്വാരങ്ങളുണ്ട്, പിന്നീട് പുതുതായി ഉണ്ടായ ദ്വാരങ്ങളുണ്ടാവാം. അസ്ലിയായ ദ്വാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഐനിൻ കണ്ണു പോലെ, ഉദിനിൻ ചെവി പോലെ, ഫമിൻ വായ പോലെ, മൻഹറിൻ മൂക്കിൻ്റെ ദ്വാരം പോലെ. ത്വാരിഅത്തായ പുതിയതായി ഉണ്ടായ ഓട്ടകൾ എന്ന് പറഞ്ഞാൽ ബിനഹവി ജുർഹിൻ മുറി പോലോത്തത് കൊണ്ട്, മിൻഹ അൽ ജറാഹാതു ബി ശരീരത്തിലുള്ള മുറികളും ഇപ്രകാരം തന്നെയാണ്. അങ്ങനെ ഈ അവൻ്റെ ഈ ദ്വാരങ്ങളുടെ മേലൊക്കെ പഞ്ഞി വെക്കുക. കുത്തുനുൻ ഹലീജുൻ അലൈഹി ഹനൂത്തുൻ, കടഞ്ഞ പഞ്ഞി, അതിൻ്റെ മേൽ ഹനൂത്ത് സുഗന്ധദ്രവ്യം ഉപയോഗിച്ചുകൊണ്ട്. ദഫ്അൻ ലിൽ ഹവാമി, വണ്ട് പ്രാണികളെ തടയാൻ വേണ്ടിയും, ഇക്രാമൻ ലിൽ മസാജിദ് വഅലാ കുല്ലി മസ്ജിദിൻ മിൻ മസാജിദിഹി സബ്അത്തി സാബിഖത്തി. അവൻ്റെ 7 സുജൂദിൻ്റെ ഭാഗങ്ങളുണ്ട്. ആ സുജൂദ് ചെയ്യാനുള്ള അവൻ്റെ അവയവങ്ങൾ ഓരോന്നിൻ്റെ മേലും വല്ലംഫി മൂക്കിൻ്റെ മേലൊക്കെ ഇങ്ങനെ പഞ്ഞു വെക്കുക. വൈക്രാമലിൽ മസാജിദി, സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ അവയവങ്ങളുടെ മേലൊക്കെ വെക്കണം എന്ന് പറഞ്ഞ ആ സ്ഥലങ്ങളെ, മവാദി സുജൂദ്, ശരീരത്തിൽ നിന്നും സുജൂദിൻ്റെ സ്ഥലങ്ങളെ ആദരിച്ചു കൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ നെറ്റിത്തടം, 2 മുട്ടുംകാല്, 2 മുൻകൈയിൻ്റെ ഉൾഭാഗം, 2 ചെരുപ്പടിക്കാലിൻ്റെ വിരലുകൾ, ഇതൊക്കെയാണ് ആ 7 സ്ഥലങ്ങൾ എന്ന് പറയുന്നത്. ഈ സുജൂദ് ചെയ്യുന്ന സ്ഥലങ്ങളുടെ മേൽ, അതിൻ്റെ ഭാഗങ്ങളുടെ മേൽ വെക്കുക എന്നൊക്കെ പറയുമ്പോൾ വലോകാന സഗീറൻ ഫീമാ യദ്ഹറു,
മയ്യത്ത് ചെറിയ കുട്ടിയാണ്, തീരെ സുജൂദ് ചെയ്തിട്ടില്ലാത്ത ചെറിയ കുട്ടിയാണ്. എന്നാലും ഇക്റാമല്ലി മവാലി സുജൂദി മിൻ ഹൈതു ഹിയ, സുജൂദിൻ്റെ സ്ഥലങ്ങളാണെന്ന നിലക്ക് ആ സ്ഥലങ്ങളെ ബഹുമാനിക്കണം. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞത്. മുസ്ലിമുൻ ലം യസ്ജുദ് അസ്ല, ചെറിയ കുട്ടിയെ പോലെ തന്നെയാണ് തീരെ നമസ്കരിച്ചിട്ടില്ലാത്ത ഒരു മുസ്ലിമായ മനുഷ്യനാണ്. അവനെയാണ് കഫൻ ചെയ്യുന്നതെങ്കിലും അവൻ്റെ സുജൂദിൻ്റെ സ്ഥലങ്ങളുടെ മേലും ഇതുപോലെ പഞ്ഞി വെക്കണം, അത് സുന്നത്ത് തന്നെയാണ് എന്നാണ്. അങ്ങനെ ഈ പറയപ്പെട്ട സ്ഥലങ്ങളിൽ കണ്ണിൻ്റെ മേലെ, മൂക്കിൻ്റെ ദ്വാരത്തിൻ്റെ മേലെ, അപ്പം മുഖത്ത് മൊത്തം വായൻ്റെ മേലൊക്കെ വെക്കണില്ല, മൊത്തം വെക്കുക. അതുപോലെ ചെവി, കണ്ണിൻ്റെ ഭാഗം, ഇങ്ങനെയെല്ലാം നല്ലോണം പഞ്ഞു വെക്കുക. എന്നിട്ട് തുലഫു അലൈഹിൽ ലഫായിഫു, ഈ മയ്യത്തിനെ പൊതിയുന്ന ആ തുണികൾ മയ്യത്തിൻ്റെ മേൽ ചുരുട്ടപ്പെടണം. അതെങ്ങനെയാണ്? ബിഅൻ യുസ്നാ കുല്ലു മിൻഹാ മിൻ തർഫി ശിഖ്ഹിൽ ഐസരി അലൽ ഐമനി, ഈ വസ്ത്രങ്ങളിൽ നിന്നുള്ള ഓരോന്നിനെയും മടക്കുക ഇടത് ഭാഗം, അലൽ ഐമനി വലതുഭാഗത്തിൻ്റെ മേൽ, ഇടതുഭാഗത്തുള്ള ആ തുണിത്തല വലതുഭാഗത്തിൻ്റെ മേൽ ഇങ്ങോട്ട് മടക്കുക. സുമ്മ തറുഫു ഷിഖ്ഹിൽ ഐമനി അലൽ ഐസരി, പിന്നെ ഇടതുഭാഗത്തുള്ള തുണിത്തല മയ്യത്തിൻ്റെ വലതുഭാഗത്തുള്ള തുണിത്തല ഇടതുഭാഗത്തിൻ്റെ മേലും. ആദ്യം ഇടതുഭാഗത്തുള്ള തുണിത്തല വലതുഭാഗത്തിൻ്റെ മേലും, പിന്നെ വലതുഭാഗത്തിൻ്റേത് ഇടതുഭാഗത്തിൻ്റെ മേലും. കമാ യഫ്അലുൽ ഹയ്യു ബിൽ ഖബാഇ, ഒരു ജീവനുള്ള ഒരാൾ തുണി എടുക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യൽ. സാധാരണ നമ്മളൊക്കെ തുണി ഉടുക്കുമ്പോൾ ആ തുണി എടുക്കുന്ന രീതി അങ്ങനെയാണ്. ഇടതുഭാഗത്തുള്ളത് വലതുഭാഗത്തേക്ക് ആക്കി, പിന്നെ വലതുഭാഗത്തുള്ളത് ഇടതുഭാഗത്തിൻ്റെ മേൽ ഇങ്ങോട്ടും ആക്കിയിട്ടാണ് തുണി എടുക്കൽ. വയജുഅലുൽ ഫാദിലു ഇൻദ റഅസിഹി അക്സറ, ബാക്കി വരുന്നത് എന്ന് പറഞ്ഞാൽ തുണി നീളമുള്ള അധികവും തലൻ്റെ ഭാഗത്ത് അധികരിച്ചതാക്കുക. മാലം വെക്കും മുഹരിമല്ലാത്തുമ്പോഴാണ് തലൻ്റെ ഭാഗത്ത് കൂടുതലാക്കണം എന്ന് പറഞ്ഞത്. ഐ ഇന്ദ റഅസിഹി വരിജ്ലൈഹി വയകൂനു ഇന്ദ റഅസിഹി അക്സറ, രണ്ട് കാലിൻ്റെ അവിടെയും രണ്ട് അവൻ്റെ തലൻ്റെ അവിടെയാണ് വെക്കേണ്ടത് ഈ തുണിയുടെ നീളമുള്ള ഭാഗങ്ങൾ. എന്നിട്ട് വയകൂനുല്ലദി ഇന്ദ റഅസി അക്സറ, തലയുടെ ഭാഗത്തേക്കുള്ള ആ തലപ്പാണ് അധികരിച്ച് നിൽക്കേണ്ടത് കൂടുതൽ കാലിൻ്റെ ഭാഗത്തിനേക്കാണ്. തലൻ്റെ അവിടെ അങ്ങനെ വെക്കണം എന്ന് പറഞ്ഞത് മുഹരിമാവുമ്പോൾ തല മറക്കാൻ പാടില്ലാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യരുത്, പുരുഷമയ്യത്താവുമ്പോൾ. തുഹഫ ഷെർവാനി സഹിതം 3127, കല്ലൂബി മഹല്ലി സഹിതം 1329. സ്ത്രീകളെ 5 വസ്ത്രത്തിൽ കഫൻ ചെയ്യലാണല്ലോ സുന്നത്ത്. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ആദ്യമായി അരയുടുപ്പാണ് ധരിപ്പിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ പിന്തുവാരത്തിൽ നിന്നോ മുന്തുവാരത്തിൽ നിന്നോ വല്ലതും പുറപ്പെടാതിരിക്കാൻ വേണ്ടി പഞ്ഞു വെച്ച ശേഷം നന്നായി ലങ്കോട്ടി കൊണ്ട് കെട്ടണം എന്ന് പറഞ്ഞു. അതിൻ്റെ പുറമെ ഒരരയുടുപ്പ് ധരിപ്പിക്കുക സ്ത്രീ. പുരുഷ മയ്യത്തിന് അരയുടുപ്പ് സുന്നത്തില്ല എന്നാണ്. ആദ്യം അപ്പോൾ അരയുടുപ്പ് സ്ത്രീക്ക്, പിന്നെ ഖമീസുൻ അലാ ബദനിഹ സാനിയൻ, 2ാം പ്രാവശ്യം ശരീരത്തിൻ്റെ മേൽ നീളക്കുപ്പായം ധരിപ്പിക്കുക, നിസ്കാരക്കുപ്പായം പോലെയുള്ള നീളക്കുപ്പായം. വഖിമാറുൻ അലാ റഅസിഹ സാലിസൻ, 3ാമതായി മക്കന ധരിപ്പിക്കുക. നീളക്കുപ്പായം ധരിപ്പിച്ചു, നിസ്കാരക്കുപ്പായം ധരിപ്പിച്ചു, അതിൻ്റെ മുകളിലാണ് എന്ന് പറഞ്ഞാൽ മുഖമക്കനയുടെ അടിഭാഗം ഈ നീളക്കുപ്പായത്തിൻ്റെ ഉള്ളിലല്ല വരേണ്ടത്, പുറത്താണ് വരേണ്ടത്. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സാധാരണ ചെയ്യാറുള്ളത് സ്ത്രീകൾ ഈ മുഖമക്കനയുടെ തലഭാഗങ്ങൾ നിസ്കാരക്കുപ്പായത്തിൻ്റെ ഉള്ളിലേക്കാണ് വെക്കാറ്.
അത് ആ ശരീരം മറയാൻ കൂടുതൽ നല്ലതും അങ്ങനെ തന്നെയാണ്. പക്ഷെ സ്ത്രീ മയ്യത്താവുമ്പോൾ അവിടെ ഈ മുഖമക്കന നീളം കുപ്പായത്തിൻ്റെ മുകളിൽ വരത്തക്ക രീതിയിലാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു കാരണമായി മനസ്സിലാവുന്നത്, മയ്യത്ത് ഖബറിൽ ജീർണിച്ച് വരുമ്പോൾ അത് പൊട്ടി വല്ലതും പുറത്തേക്ക് വരാൻ കൂടുതൽ സൗകര്യം ഈ മുഖമക്കനയുടെ തല നീളക്കുപ്പായത്തിൻ്റെ മുകളിൽ ഇടലാണ്. ഉള്ളിലേക്കാവുമ്പോൾ അതല്പം പ്രയാസം വരും എന്നുള്ളത് കൊണ്ടാവാൻ സാധ്യതയുണ്ട്. വല്ലാഹു അഅലം. പിന്നെ വലഫാഫത്താനി മുത്തസാബിയത്താനി, ശേഷം ആ നീളത്തിലുള്ള ശരീരം ആകെ മൂടുന്ന ആ 2 തുണി കൊണ്ട് അവളെ ചുറ്റുക. ഇത്തിബാഅൻ ലി ഫിഅലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബി ബിന്തിഹി ഉമ്മി കുൽസൂമ, തൻ്റെ മകൾ ഉമ്മു കുൽസൂമിനെ കഫൻ ചെയ്യുമ്പോൾ റസൂലുള്ള ഇപ്രകാരമാണ് ചെയ്തിട്ടുള്ളത്. തുഹഫ 3, 121. അപ്പോൾ അരയുടുപ്പ്, നീളക്കുപ്പായം, മുഖമക്കന, ഇത് മൂന്നും കൂടി ശരീരം ആകെ പൊതിയുന്ന ഒരു വസ്ത്രത്തിൻ്റെ സ്ഥാനത്താണ്. പിന്നെ ആകെ പൊതിയുന്ന 2 വസ്ത്രവും, അത് മൊത്തം 3 വസ്ത്രത്തിൻ്റെ സ്ഥാനത്തായി. ഈ നീളക്കുപ്പായം, അരയുടുപ്പ്, മുഖമക്കന എന്നുള്ളതൊക്കെ സ്ത്രീക്ക് സുന്നത്താണെന്ന് പറഞ്ഞതിൽ ചെറിയ കുട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. സുന്നത്തിൻ്റെ കാര്യത്തിൽ വളരെ ചെറിയ കുട്ടികളാവുമ്പോൾ മുഖമക്കനയും നീളക്കുപ്പായൊക്കെ ഇടാനുള്ള ചില പ്രയാസങ്ങളുണ്ട്, പലരും പറയാറുണ്ട്. അങ്ങനെയൊക്കെ ആവുമ്പോൾ 3 തുണിയിൽ പൊതിഞ്ഞാലും മതി. സുന്നത്താണ് മറ്റേത്, നീളക്കുപ്പായവും മുഖമക്കനയും അരയുടുപ്പും എന്നുള്ളത്. പുരുഷ മയ്യത്തിനെ 5 വസ്ത്രത്തിൽ കഫൻ ചെയ്യുകയാണെങ്കിൽ അവിടെ 2 വിധത്തിലാവാം. ആകെ പൊതിയുന്ന 3 തുണിയും പിന്നെ ഒരു നീളക്കുപ്പായവും തലയെക്കെട്ടും. സുന്നത്തില്ല, അഫ്ളൽ പുരുഷന് 3 തന്നെയാണ്. ഇനി 3 അധികമാക്കുകയാണെങ്കിൽ കറാഹത്തില്ല, ഖിലാഫുൽ ഔലയാണ്. അങ്ങനെ 3 അധികമാക്കി 5 ആക്കുമ്പോൾ ഒന്നുകിൽ ഈ പറഞ്ഞ വിധം ആകെ പൊതിയുന്ന 3 തുണിയും ഒരു നീളക്കുപ്പായവും തലയെക്കെട്ടും. ഇനി ഇങ്ങനെയും ചെയ്യാം, ആകെ പൊതിയുന്ന 2 തുണി, പിന്നെ ഒരു അരയുടുപ്പ്, ഒരു നീളക്കുപ്പായം, തലയെക്കെട്ട്. അതാണ് ആദ്യം പറഞ്ഞതിനേക്കാണ് നല്ലത് എന്ന് കാണാം. വഹുവ അഫ്ളലു മിന സലാസത്തി മഅൽ ഖമീസി വൽ ഇമാമത്തി വഇൻകാന ഇഖ്തിസാറു അല സലാസത്തി ഹുവൽ അഫ്ളല ഫി ഹഖ്ഖി ദക്കരി. പുരുഷനെ സംബന്ധിച്ചിടത്തോളം 3ന്റെ മേൽ ചുരുക്കലാണ് അഫ്ളലെങ്കിലും 5 ഖിലാഫുൽ ഔലയാണ്. അങ്ങനെ 5 ആക്കുകയാണെങ്കിൽ നല്ലത്. ആകെ പൊതിയുന്ന 3 വസ്ത്രവും ഒരു നീളക്കുപ്പായം തലക്കെട്ടിനേക്കാണൊക്കെ നല്ലത് ആകെ പൊതിയുന്ന 2 വസ്ത്രവും പിന്നെ ഒരു അരയുടുപ്പ്, നീളക്കുപ്പായം, തലകെട്ട്, അങ്ങനെ ആക്കലാണ് നല്ലത് എന്ന് ബാജൂരി 1, 267 പറഞ്ഞു കാണാം. ഓരോ തുണികളെയും ഇടതുഭാഗത്തുള്ള തലയെ വലതുഭാഗത്തിൻ്റെ മേലും വലതുഭാഗത്തുള്ള തലയെ ഇടതുഭാഗത്തിൻ്റെ മേലും ഒന്നാമത്തെ തുണി അങ്ങനെ ചെയ്യുക. അതേ പ്രകാരം 2ാമത്തെ തുണിയും അപ്രകാരം ചെയ്യുക. പിന്നെ 3ാമത്തെ തുണിയും. അല്ലാതെ 3 തുണിയും കൂടി ഒന്നിച്ച് ഒറ്റ ചുറ്റലല്ല വേണ്ടത്. ഇങ്ങനെ ചുറ്റിയ ശേഷം വയുഷദ്ദു ഫി ഗൈരിൽ മുഹരിമി ബിശദാദിൻ, മുഹരിമ് അല്ലാത്ത മയ്യത്തിൽ ഒരു തുണിയുടെ വള്ളുകൊണ്ട് മുറുക്കി കെട്ടുക. മുഹരിമ് ഇഹ്റാമിൽ മരണപ്പെട്ട മയ്യത്തിൻ്റെ കഫൻ തുണിയും ഈ തുണികൾ തമ്മിൽ കൂട്ടിക്കെട്ടാൻ പാടില്ല എന്നേ ഉള്ളൂ. ഇതുപോലെ തുണികളുടെ മുകളിൽ സാധാരണ നമ്മൾ മയ്യത്തിനെ കെട്ടുന്നത് പോലെ കെട്ടുന്നതിന് വിരോധം ഇല്ല. അപ്പോൾ ഇവിടെ മുഹരിമല്ലാത്ത മയ്യത്തിൽ
അങ്ങനെ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ചെയ്യാതിരിക്കലാണ് നല്ലത് എന്ന അർത്ഥത്തിലാണ്. അതല്ലാതെ ഹറാമാണെന്ന അർത്ഥത്തിലല്ല. ഇവിടെ തുണി അഴിഞ്ഞു പോകാതിരിക്കാൻ നല്ലത് കെട്ടുകയാണ്. അപ്പോൾ സാധാരണ മയ്യത്തിനെ കെട്ടുന്നത് പോലെ മുഹരിമായ മയ്യത്തിനെയും കെട്ടാം, വിരോധമില്ല. മുഹരിമിൻ്റെ ഈ തുണിത്തലപ്പുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാൻ പാടില്ല എന്നേ ഉള്ളൂ. വയുറദു ബി അരീലിൻ സദിയൽ മർഅത്തി, ഒരു വീതിയുള്ള ഒരു തുണിക്കഷ്ണം കൊണ്ട് സ്ത്രീ മയ്യത്തിൻ്റെ രണ്ടു നിതംബത്തെ വീതിയിൽ കട്ടപ്പെടണം. യുഷദ്ദു അലാ സദിരിൽ മയ്യത്തി, പെണ്ണു മയ്യത്തിൻ്റെ നെഞ്ചിൻ്റെ മേൽ കട്ടപ്പെടണം. സൗബുൻ, ഒരു വസ്ത്രത്തെ അല്പം വീതിയിലുള്ള. ലിയല്ലാ യൽതരിബ സദിയുഹ ഇൻദൽ ഹംലി, മയ്യത്തിനെ ചുമക്കുമ്പോൾ അവളുടെ നിതംബം പിടക്കാതിരിക്കാൻ വേണ്ടി, ആടി ഉലയാതിരിക്കാൻ വേണ്ടി. വൽമസ്നൂനു കൗനുഹു സാത്രൻ ലി ജമീ സദിരിൽ മയ്യത്ത്, മയ്യത്തിൻ്റെ ആ നെഞ്ച് മുഴുവത്തെയും മറക്കുന്നതാവലാണ് നല്ലത്. ലി അന്നഹു അബ്ലഗു ഫി അദമി ളുഹൂരി സദിയൈനി, രണ്ട് നിതംബവും വെളിവാകാതിരിക്കുന്നതിൽ കൂടുതൽ ഒരു നല്ലത് അങ്ങനെയാണ്. ഇനി വന്ന സഗീറത്തല്ലത്തി ലൈസലഹ സദിയുൻ യന്തശിറു, ഇങ്ങനെ ആടി ഉലയുന്ന നിതംബം ഇല്ലാത്ത ചെറിയ പെൺകുട്ടിയാണെങ്കിൽ അതുപോലെ വക്കതൽ കബീറത്തുല്ലത്തി ലൈസലഹ ദാലിക, വലിയ പെണ്ണ് തന്നെയാണ്, പക്ഷെ അവൾക്കും നിതംബം ഇല്ല, ഒന്നുകിൽ തീരെ ഇല്ല, അതല്ലെങ്കിൽ ഇല്ലത് ഓപ്പറേഷനോ ചെയ്തോ മറ്റോ ഒഴിവാക്കിയിട്ടുണ്ട്. ഇത്തരം ഘട്ടത്തിൽ ലാ യുസന്നുലഹ ദാലിക, അവൾക്ക് അത്തരത്തിലുള്ള തുണി കെട്ടേണ്ടതില്ല. ഇത് ഈ തുണി എന്ന് പറയുന്നത് അവളുടെ ആ സുന്നത്തായ 5 വസ്ത്രത്തിൻ്റെ പുറമെയുള്ള ഒരു തുണിയാണ്. അതല്ലാതെ ആ വസ്ത്രത്തിൻ്റെ എണ്ണത്തിൽ പെടുന്ന വസ്ത്രമല്ല, ഇത് അതിൻ്റെ പുറമെയുള്ളതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഈ സ്ത്രീകളുടെ ഈ നിതംബം ആടി വലയാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്യണം. വഖാലൽ അയിമ്മത്തു സൗബുൻ സാദിസുൻ ലൈസ മിനൽ അക്ഫാനി, കഫൻ തുണികളുടെ എണ്ണത്തിൽ പെട്ടതല്ലാത്ത ഒരു 6ാമത്തെ വസ്ത്രമാണ് ഈ വസ്ത്രം. ഇതൊരു അല്പം വീതിയിൽ. യുസദ്ദു ഫൗഖഹ, മേലെ അതിനെ കെട്ടപ്പെടും. വയുഹല്ലു ബിൽ ഫിൽ ഖബരി, ഖബറിൽ അഴിച്ചിടപ്പെടുകയും ചെയ്യും. വയക്കിഫി ഫീഹി കൗനു സാത്തിറൻ ലി ജമീഇ സദിയനി, രണ്ട് നിതംബം, രണ്ട് മുലയെ മറക്കുന്നതാവണം, അങ്ങനത്തതാവണം, അത്രേ വേണ്ടതുള്ളൂ. ജമല് 2,161, തുഹ്ഫ ഷെർവാനി സഹിതം 3,127, ബാജൂരി 1,266. അപ്പോൾ കഫൻ തുണി ഇതുപോലെ കെട്ടുക, ആ കെട്ട് ഖബറിൽ വെച്ച് അഴിക്കുക. സ്ത്രീ മയ്യത്താവുമ്പോൾ ഇതുപോലെ ഒരു കഷ്ണം തുണി കൊണ്ട് നെഞ്ചിൻ്റെ ഭാഗത്ത് കെട്ടുക. ഫൈദാ ഉളിയ ഫി ഖബരിഹി നുസിഅ ഷിദാദു, ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ കെട്ട് അഴിക്കപ്പെടണം. വസവാവും ഫി ജമീ ദാലിക സഗീറു വൽ കബീറു, ഈ വിഷയത്തിൽ വലിയവരും ചെറിയവരൊക്കെ ഒരുപോലെയാണ് അഴിക്കണം. ലി സവാലി മുഖ്തലീഹി, കാരണം കെട്ടുന്നത് ലി ഖൗഫൽ ഇന്തിഷാരി ഇന്ദൽ ഹംലി എന്നാണ്. മയ്യത്തിന് ചുമക്കുമ്പോൾ കഫൻ തുണികൾ ആകെ പരക്കാതിരിക്കാൻ വേണ്ടി, ശരീരത്തിൽ നിന്ന് ഇങ്ങോട്ട് പരക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കെട്ടുന്നത്. ആ കെട്ടുന്നത് ഖബറിൽ വെക്കുമ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല, ആവശ്യം കഴിഞ്ഞു, അതുകൊണ്ട് അത് അഴിക്കണം. വലി കറാഹത്തി ബഖാഇ ഷൈഇൻ മഅഖൂദിൻ മഅഹു ഫീഹി, ബന്ധിപ്പിക്കപ്പെട്ട ഒരു സാധനം ഖബറിൽ മയ്യത്തിൻ്റെ കൂടെ അവശേഷിക്കൽ കറാഹത്തും കൂടിയാണ്. അപ്പം അതുകൊണ്ട് അത് അഴിക്കണം. തുഹ്ഫ 3 ഷെർവാനി സഹിതം 3,127. കഫം
പുടവയിൽ മൈലാഞ്ചി ഇല വിതറുന്ന ഒരു രീതി അപൂർവമായിട്ടാണെങ്കിലും ചില നാടുകളിൽ കണ്ട് വരാറുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യത്തിന് മറുപടിയായി ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖുതുവത്തുൽ മുഹഖ്ഖീൻ ശൈഖുന വണ്ടൂര് സദഖത്തുള്ള മൗലവി നവ്വറല്ലാഹു മർഖദ ബഹുമാനപ്പെട്ടവർ നൽകിയ ഒരു മറുപടി, ഇഹ്റാമിൽ മരിച്ചവരുടെ അല്ലാത്ത കഫം പുടവകളിൽ ഹനൂത്ത് എന്ന സുഗന്ധദ്രവ്യം വിതറപ്പെടൽ സുന്നത്തുണ്ട്. സുഗന്ധദ്രവ്യം എന്നതിൽ ഉപരി കഫം പുടവ പെട്ടെന്ന് നുരുമ്പാതിരിക്കാൻ സഹായകമാവുന്ന ഒരു ദ്രവ്യം കൂടി ആണ് ഇത്. കൽപ്പൂരം പോലുള്ളതിനും ഇത്തരം ചില മേന്മകൾ ഉണ്ട്. തുഹ്ഫ 3/126. ഇത്തരം ഒരു സുഗന്ധ വസ്തുവാണ് ഹിന്നാ എന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാവാം കഫം പുടവകളിൽ മൈലാഞ്ചി ഇല ചിലർ വിതറുന്നത്. മൈലാഞ്ചി ഇല എന്നർത്ഥം പറയാറുള്ള ഹിന്നാ സുഗന്ധമുള്ളവയുടെ കൂട്ടത്തിൽ ഫുഖഹാ ചിലയിടത്ത് എണ്ണിയിട്ടുണ്ട്. ഉദാഹരണമായി, ഇഹ്റാമിൽ സുഗന്ധദ്രവ്യം പെരുമാറൽ ഹറാമാണെന്നു പറഞ്ഞിടത്ത് ചില സുഗന്ധ വസ്തുക്കളെ ഫുഖഹാ ഒഴിവാക്കിയിട്ടുണ്ട്. സുഗന്ധത്തിനുദ്ദേശിച്ചുകൊണ്ട് അവ പെരുമാറുക സാധാരണമല്ല എന്നതാണ് കാരണം, അവ ഒഴിവാക്കാൻ കാരണം. ഈ ഗണത്തിൽ, ഇങ്ങനെ ഒഴിവാക്കിയ ഗണത്തിൽ ഉപയോഗിക്കൽ ഹറാമ് ഇല്ല എന്ന നിലക്ക് പറഞ്ഞ ഒരു സാധനമാണ് ഹിന്നാ. ഈ ഗണത്തിൽ ഹിന്നായിനെയും എണ്ണിയതു കാണാം. തുഹ്ഫ 4/167 ഷെർവാനി സഹിതം. അവിടെ ബിഖിലാഫി മാ ലൈസ കദാലിക എന്നു പറഞ്ഞ് ഉസ്ഫുരിൻ വ ഹിന്നായിൻ എന്നൊക്കെ കൊടുത്തിട്ട് വൈൻകാന ലഹുമാ റായിഹത്തുൻ തയ്യിബത്തുൻ ലി അന്നഹു ഇന്നമാ യുഖ്സദു മിൻഹു ലൗനുഹു എന്ന് കാണാം. തുഹ്ഫ ഷെർവാനി സഹിതം 4/167. എന്നാൽ ചിലർ സുഗന്ധത്തിൽ എണ്ണിയ ഹിന്നായിന് മൈലാഞ്ചി പൂവ് എന്നാണ് അർത്ഥം പറയാറ്. അതേസമയം ഇലയും സുഗന്ധമുള്ള ഒരു തരം മൈലാഞ്ചിയുമുണ്ട്. നമ്മുടെ നാട്ടിൽ സാധാരണമായ മൈലാഞ്ചി ഈ സുഗന്ധഗണത്തിൽ പെടുമോ എന്ന് തിട്ടമില്ല. ബഹുമാനപ്പെട്ടവരുടെ മറുപടി ഇപ്രകാരമാണ്. അപ്പോൾ നമ്മുടെ നാടുകളിൽ കാണുന്ന മൈലാഞ്ചി മനസ്സിലാക്കിയിടത്തോളം അത്തരത്തിൽ ഒരു സുഗന്ധ വാസനയുള്ള സാധനം അല്ല ഇലയും പൂവും. ഏതായാലും ഈയൊരു നിലക്കാണ് ഇത് ഉപയോഗിക്കുന്നവർ ഉപയോഗിച്ചു വരുന്നത് എന്ന് ബഹുമാനപ്പെട്ടവരുടെ മറുപടിയിൽ കാണുന്നു. വല്ലാഹു അഅലം. മയ്യത്തിൻ്റെ കൈ കഫൻ ചെയ്യുന്ന സമയത്ത്, അതല്ലെങ്കിൽ കഫൻ ചെയ്യുന്നതിന് മുമ്പ് ആണെങ്കിലും എങ്ങനെയാണ് വെക്കേണ്ടത്? വഹൽ യുജ്അലു യദാഹു അലാ സദ്രിഹി അൽ യുംന അലൽ യുസ്ര. അവൻ്റെ രണ്ട് കൈയിനെ നെഞ്ചിൻ്റെ മേൽ, വലതു കൈയിനെ ഇടതു കൈ അലൽ യുസ്ര ഇടതു കൈയിൻ്റെ മേലായിട്ട് വെക്കപ്പെടണോ? ഔ യുർസലാനി ഫി ജംബിഹി, അതല്ല ആ രണ്ട് കൈയിനെയും ആ കൈകളുടെ പാർശ്വങ്ങളിൽ വെക്കുകയാണോ വേണ്ടത്? രണ്ട് സൈഡിൽ. ലാ നഖല ഫി ദാലിക, ഇതിൽ പ്രത്യേകിച്ച് നക്കലുകളൊന്നും അയിമത്തിനെ തൊട്ട് വന്നിട്ടില്ല. ഫകുല്ലും മിൻ ദാലിക ഹസനുൻ, ഇതിൽ ഏത് ചെയ്താലും അത് നല്ലതാണ്. അപ്പോൾ ഏതും ചെയ്യാം. മുഗ്നി, നിഹായ എന്നിവയെ തൊട്ട് നക്കലായി ഷെർവാനി 3/126.